നിങ്ങൾക്ക് എല്ലാം അറിയുന്നത് പോലെ ഫെരാരി കളിയാക്കിയതുകൊണ്ടാണ് ലാംബോർഗിനി എന്നൊരു ബ്രാൻഡ് ഉണ്ടായത്. പക്ഷേ ലാംബോർഗിനി കളിയാക്കിയതുകൊണ്ടാണ് പെഗാനി എന്നൊരു ബ്രാൻഡ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക? ഇല്ലെങ്കിൽ വിശ്വസിച്ചപ്പെടുത്തുള്ളൂ. ആ ഒരു സ്റ്റോറിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് 30 days 30 സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും ഒരിക്കലും നമസ്കാരം. അപ്പോൾ 30 ദിവസം കൊണ്ട് 30 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസാണ് പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. ഈ സംഭവം നടക്കുന്നത് 1980-ലായിരുന്നു. അന്ന് ലാംബോർഗിനിയുടെ ഒരു എഞ്ചിനീയർ ആയിരുന്ന ഹൊറാസിയോ പെഗാനി, അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീമായിരുന്നു ഒരു ലൈറ്റ് വെയ്റ്റ് സൂപ്പർ കാർ നിർമ്മിക്കുക എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയാണ് ലാംബോർഗിനി അടുത്തേക്ക്. അതായത് ഒരു കാർബൺ ഫൈബർ വെച്ച് നിർമ്മിച്ച ഒരു വണ്ടി. അതാകുമ്പോൾ ലൈറ്റ് വെയ്റ്റ് ആണ്, സ്ട്രോങ് ആണ്, ലുക്കുണ്ട്. പക്ഷേ എങ്കിൽ ടു എക്സ്പെൻസീവ് എന്ന് പറഞ്ഞ് അതിനെ ലാംബോർഗിനി റിജക്റ്റ് ചെയ്തു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഡ്രീമിൽ ഉറച്ച് വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിന്നും രാജിവെച്ച് അദ്ദേഹം പുതിയൊരു കമ്പനി തുടങ്ങാണ്, പെഗാനി. അങ്ങനെ 1999 പെഗാനിയുടെ ആദ്യത്തെ മോഡൽ പുറത്തിറങ്ങാണ്, പെഗാനി സോണ. ലാംബോർഗിനി നിൽക്കുന്ന അതേ മാർക്കറ്റിൽ ഇന്ന് പെഗാനിയും കൂടെയുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് സ്റ്റോറി? ഇതുപോലുള്ള കൂടുതൽ വീഡിയോസാണ്. ഡു ഫോളോ.